وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. أرحم الراحمين يا رب سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമു പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഒരല്പനേരം ഇൽമും കേൾക്കുകയും ചൊല്ലവും പഠിക്കുകയും അല്ലാഹു നമുക്ക് അവസരം തന്നിട്ടുള്ള അല്ലാഹു ഇസ്സത്തോടെ ഇഖ്ലാസോടെ മുന്നോട്ട് പോകുക അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് ക്ലാസ് കേൾക്കുമ്പോഴും ചൊല്ലുമ്പോഴും അത് നമ്മൾ പഠിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന അതിൻ്റെ നിയ്യത്ത് അല്ലാഹു ഇത് സ്വീകരിക്കണം, അല്ലാഹു പൊരുത്തപ്പെടണം, അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു അമലായി ഇത് മാറുന്നു. ഇഖ്ലാസോടുകൂടെ ചൊല്ലവും കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുള്ള ഒരു ശ്രമവുമാണ് ഞങ്ങൾ നടത്തുന്നത്. ക്ലാസ് എടുക്കുമ്പോഴും ചെല്ലൊരാൾക്ക് വലിയ അഴിമുണ്ടും ചെന്ന് കാട്ടുകയല്ല, അല്ലെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ എല്ലാവരും ക്ലാസ് നടത്തലും ചെന്നിട്ട് ബാക്കിയൊക്കെ അറിയിക്കുകയല്ല. അതുകൊണ്ടൊരു ഫായിദവുമില്ല. ചെല്ലുന്ന ആൾക്ക് ഉപകാരം കിട്ടണം ഏറ്റവും ഫസ്റ്റ്, അതിനൊട്ടിയെ കേൾക്കുന്ന ആൾമാർക്കും ഉപകാരം കിട്ടണം. ചിലപ്പോൾ ചെല്ലുന്ന ആളുടെ ടിയാറ കേൾക്കുന്ന ആൾമാരുടെ കൂട്ടത്തിൽ അത് ഉപകാരം എടുക്കണമെങ്കിൽ ആൾമാരുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നമ്മെ പരിപാടിയെ പോലെ നന്റെ മുട്ടത്തെ സ്വഹാബത്തിനെത്തിയ ചെന്ന് നീ കേൾക്കാറ്. പക്ഷെ നന്റെ മുട്ടത്തെ ഡയറക്റ്റ് കേട്ടെങ്കിൽ ആൾമാരെക്കാൾ കൂടുതൽ ഇൽമും ലോകമൊട്ടാകെ വ്യാപിപ്പിക്കണമെങ്കിൽ ആൾമാർ ഇനി പറഞ്ഞു നിൽക്കുവാറുണ്ട്. അതുക്കും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കേൾക്കണമെങ്കിൽ ആൾമാരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ചെന്നെങ്കിൽ ഇൽമു പകർത്തിട്ടുണ്ടായെങ്കിൽ നമുക്കും കേട്ടതിക്കും എല്ലാവർക്കും വലിയ ഫലം. അല്ലാഹു ആ നിലക്ക് കബൂലാക്കി തരുമാറാവട്ടെ. ആദ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ചൊന്നൊരു ഹദീസാണ് ലോകത്തുള്ള ഏത് ആൾമാർക്കും വലിയ പ്രചോദനം. നാം ഒരു കാര്യം ചെല്ലുമ്പോ എന്തിനാണ് ഞാനിങ്ങനെ ചെല്ലേ, അല്ലെങ്കിൽ ദഅവത്താക്കടെ ബാക്കി ആൾമാർക്ക് ചൊന്നുകൊടുക്കടെ, അത് ഞാൻ ചൊന്നയ്ക്കത്തൊരു കാര്യം ഏതെങ്കിലും ഒരാൾ പകർത്തിയാണ്ടായെങ്കിൽ ലോകത്ത് അമേരിക്കത്തെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നതിനാട്ടി ലോകത്തുള്ള എല്ലാ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനാട്ടി ഏറ്റവും വലിയ ഹൈറ് നന്റെ പലക്കമുണ്ട്. ഇനി പലക്കമുണ്ടേ ആവണുണ്ടില്ല, നന്റെ പ്രവർത്തനം കൊണ്ട്, നന്റെ മാതിരി യോഗ്യ ബതുക്കുകൊണ്ട്, നന്റെ ഓരോരുത്തരെ ഞങ്ങളെ മാതിരി യോഗ്യ ബതുക്കു, നല്ല ജീവിതം ഇസ്ലാം നമുക്ക് എന്ത് പരിപാടി തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെന്തന്ത, അതുപോലെ ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങളെ കണ്ടിട്ട് പിന്നൊരുത്ത നല്ല അയാൾ വിചാരിക്കാം. ഞങ്ങൾ ഫർദ് നിസ്കാര ജമാഅത്തായി നിസ്കരിക്കുമ്പോ അയാൾ എപ്പോഴും ജമാഅത്തായി പോയോണ്ടുണ്ടു, അയാൾ ഉത്തരം മുട്ടമേ നണ്ടാവാ നക്കെന്ത് പോണു ആവില്ല വിചാരിച്ചിട്ട് ഒരാൾ നന്റെ കണ്ട് ജമാഅത്ത് വന്നാൻ വിചാരിക്കുക. ഞാൻ അവർക്ക് വേറെ ചെന്നിട്ടില്ല, ഉറുദി ചെന്നിട്ടില്ല, എന്തും ചെന്നിട്ടില്ല. ഞാനെപ്പോഴും പള്ളിക്ക് ജമാഅത്ത് പോകണ്ടേ, നന്റെ കണ്ടിട്ട് നന്റെ ഉത്തരം മുട്ടമുള്ളെങ്കിൽ ഒരാളും ജമാഅത്ത് കൊണ്ടില്ല, നന്റെ കണ്ടിട്ട് അവൻ ജമാഅത്ത് വന്നാണ്ടായെങ്കിൽ അത് ഖൈറുല്ലക മിന ദുനിയാവ മാ ഫീഹാ, നന്റെ കണ്ടവും നന്നായ. അപ്പോ ദുനിയാവിനുള്ള എല്ലാം കിട്ടുന്നതിനാട്ടി അത് ഖൈറുണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അവസാന കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചെന്ന സ്വഹാബി, പ്രശസ്തനായ മഹത്വമുള്ള വലിയ സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ ഇൽമു പഠിപ്പാനുവേനായി ദഅവത്തുവേനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന യമനിലാണ് കടത്തത്. യമനിൽ കടത്തുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു വണ്ടരമേൽ യാത്ര ആക്കിക്കൊണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദും ജീവിതത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുയുടെ ഇൽമു പരിപാടി കൊടുക്കുവാനായിട്ട് യമനിൽ കടത്തുമ്പോ ആ മഹാൻ വാഹനത്തെ മേൽ പോയോണ്ട്
നബിത്തങ്ങ നടന്നു പോയുണ്ട്. അങ്ങനെ നടന്നു പോയോണ്ടാണ് യാത്ര ആക്കല്. നടക്കുമ്പോ കുറെ വസീയത്തെല്ലാം ആക്കിക്കൊണ്ടുണ്ട്. യമനിൽ പോയെങ്കിൽ നിങ്ങൾ എന്തെല്ലാക്കണം, എന്തെല്ലാം ചൊന്നു കൊടുക്കണം, എല്ലാം നബിത്തങ്ങ പരിപാടി കൊടുത്തുകൊണ്ടുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയമാണത്. അയാൾ വാഹനത്തിൽ പോകുമ്പോ നബിത്തങ്ങ നടന്നോ പോയിട്ട് പ്രിയപ്പെട്ട ശിഷ്യരെ യാത്രയാക്കണം. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, യാ മുആദ്, ഓ പ്രിയപ്പെട്ട മുആദേ, മുആദ് റളിയല്ലാഹു അൻഹുടെ വിളിച്ച് ചൊല്ല്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ചിലപ്പോ ഈ വർഷത്തിൽ പിന്നെ പണ്ട് വർഷ നിങ്ങൾ യമന്റെ മടങ്ങി മദീനത്തിൽ വന്നാറുണ്ടായെങ്കിൽ ചിലപ്പോ തന്റെ കൂടെ കാണല മദീനത്തിൽ നാണിക്കല. ലഅല്ലക അൻ തമുറ ബിഖബ്രി. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുടൊട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല ഫലക വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. ചിലപ്പോ നീ പണ്ട് വർഷ വർമ്മ നാണൂടെ ഇക്കല നന്റെ പള്ളി മസ്ജിദുൻ നബവി, ആ നബവി ആയിട്ടിക്കു നിങ്ങൾ കാണ്ടേ, നന്റെ കബറിനെ മുട്ടായിട്ടിക്കു നിങ്ങൾ വിട്ടുകിടക്കലേ, നാണൂടെ ഹയാത്തിരിക്കല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോ അതൊരിക്കലും ഉൾക്കൊള്ളുകാവാത്ത സഹിക്കുകാവാത്ത മുആദ് റളിയല്ലാഹു അൻഹു ബക്കാ. മഹാൻ ഉൾപ്പെടുക സുറുവാക്കിയിട്ട് ഒട്ടയുടെ മേൽ പത്തിയിട്ടുണ്ടു, വല്ലാത്ത ഉൾപ്പാണ്. ആ ഉൾപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ല പലക്ക സമാധാനിപ്പിക്കുകയായിട്ട്, മൻ യഹ്ദിയല്ലാഹു ബില്ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. മുആദ് റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോകുന്നത് മനസ്സില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കുടെ ചൊല്ലവരാട്ടി വലിയ സന്തോഷം അക്കില്ല. എന്നാലും യമനിൽ പോയോണ്ടുണ്ട്. പോകുമ്പോ നബി തങ്ങൾ ചെന്ന പറക്ക പണ്ട് വർഷ നികവർമ്മ നാണിക്കാല ഇത് കേട്ട് സഹിക്കുകയില്ല. മുആദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടുക സുറുവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ. നിങ്ങ മുഖാന്തര നിങ്ങളെ കാരണം കൊണ്ട് ഒരാൾ സന്മാർഗത്തിൽ ബന്ധുണ്ടായെങ്കിൽ, നേരായ തെർക്ക് ബന്ധുണ്ടായെങ്കിൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, അത് നിനക്ക് ദുനിയാവും ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനായിട്ട് ഖൈർ ഇതാണ്. നിങ്ങളെ കൊണ്ട് ഒരാൾ നല്ലാവുടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമു പഠിപ്പാണ്ടും ദഅവത്തും അയാൾക്ക് പ്രചോദനാക്കള്. എന്നിട്ട് പൊട്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അയാളെ നോക്കിയിട്ടില്ല. കാരണം അയാൾക്ക് ഗുൾപ്പ് സരിക്കുകയില്ല. ഇനി പിന്നെയും അയാളെ നോക്കിയിട്ടുണ്ടെന്ന് നബി തങ്ങൾക്കും ഗുൾപ്പ് വരും. അയാളെ യാത്ര ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ മദീനത്തിൽ കൊണ്ടു. അപ്പോ ലോകത്തുള്ള ആൾമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിച്ച സന്ദേശം അതാണ്. ഇത്രയും നൂറുകണക്കിൽ കിലോമീറ്റർ താണ്ടി മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ പോകേണ്ട എന്തിനാണ്? അയാളെ പലക്ക കൊണ്ട്, അയാളെ ജീവിതം കൊണ്ട് ഒരാൾ നന്നാവും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. പലക്ക കൊണ്ട് നല്ലാവുന്നതിനായിട്ട് യാറ പ്രവർത്തനം കൊണ്ടാണ് ആൾമാർ നല്ലാവുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇസ്ലാം പരിപാടിയെ തെറുള്ളൂ. എത്ര കണ്ട് യാറെ നമുക്ക് ആക്കുക സാധ്യമാവുന്നുള്ള ശ്രമമാണ് ഓരോരുത്തരും തന്നെ നടത്തുന്നത്. അപ്പൊ ഞങ്ങളെ കണ്ട് പിന്നെ ഒരാൾ നല്ലാവുള്ളൂ. അപ്പൊ ലോകത്തുള്ള എല്ലാ ആൾമാർക്കുള്ള പ്രചോദനം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫലക്കാണ്. അപ്പൊ ഞാൻ നന്നാവണം, നല്ല ഫലത്ത് കേട്ട് പിന്നൊരാൾ നന്നാവണം എന്നുള്ള ചിന്തയാണ് ഏറ്റവും ഫസ്റ്റായി എന്റെ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ പറഞ്ഞാൽ അള്ളാഹു ആനിരക്കാക്കി തരുമാറാവട്ട്. കൂടെ ഇന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് എന്ന ഒരു ഹദീസാണ് മഹാന്റെ കിതാബ് തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഞാൻ ചൊല്ല ഉദ്ദേശിക്കുന്നത്. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അതുപോലത്തെ മഹാന്മാരുടെ കിതാബ് എതിർ വെച്ച് എന്തെങ്കിലും ചൊല്ലുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആൾമാർ എന്തും ആവാത്ത സീറോ ആൾമാർ ചൊന്നെങ്കിൽ ചിലപ്പോൾ അത് പറയിട്ടില്ല. ഞങ്ങളെപ്പോലത്തെ ആൾമാർ ചൊന്നെങ്കിൽ എന്തും ആവില്ല. ഗസ്സാലി ഇമാമുടെ പോലത്തെ സാഗര സമാനരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തെ അംഗീകാരം കിട്ടിയെങ്കിലത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലത്തെ വലിയ വലിയ മഹാന്മാരായ ആൾമാർ അങ്ങനെ കിതാബ് എതിർ വെച്ച് ചെല്ലുമ്പോ അങ്ങനെ പുറക്കത്തുകൊണ്ട് ചിലപ്പോ നാം നന്നായെങ്കിൽ നിങ്ങൾ നന്നാവും ധാരണയെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. ഗസ്സാലി ഇമാം 5ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. 5ನೇ ശതമാന ഹിജറി 5ನೇ ശതമാനത്തെ മുജദ്ദിദ് നവോത്ഥാന നായക്കാണ് ഇമാമുന മുഹമ്മദ് ഗസ്സാലി റഹിമഹുല്ലാഹ്. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്. അയാളുടെ ബാപ്പയുടെ പേര് മുഹമ്മദ്, ബാപ്പയുടെ പേര് മുഹമ്മദ്. അങ്ങനെ 7 തലമുറത്തോളം ബാപ്പമാരുടെ പേര് മുഹമ്മദ് എന്ന് ചരിത്രം ചൊല്ലും. ആ മുഹമ്മദ് ഗസ്സാലി റഹിമഹുല്ലാഹ് അയാൾ ഇറാന്റെ തൂസ് ചൊല്ല പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ജനിക്കല്. തൂസ് ചൊല്ല പട്ടണത്തിൽ. എന്നിട്ട് അയാള് ഹിജ്റ 505 വഫാത്താവുക. ഹിജ്റ 450 ജനിച്ചെങ്കിലത്തെ ഗസ്സാലി ഇമാം ഹിജ്റ 505
ಡಿಸೆಂಬರ್ ತಿಂಗಳು ಬರ್ತೊಲಿಗೋ ಕ್ರಿಸ್ತು ವರ್ಷ 1111 ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് വതആല ഞങ്ങളെ ഷാഫി കർമ്മശാസ്ത്രത്തെ കിതാബുകളെ എല്ലാം ഉത്ഭവിക്കല് ഇമാം ഗസാലി റഹിമഹുല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട 3 കിതാബിലൂടെയാണ്. അങ്ങനെ ലോകം അറിയപ്പെട്ട പ്രശസ്തനായ പണ്ഡിതനാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആരുടെ കേട്ടെങ്കിൽ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. ആ മഹാന്റെ കിതാബ് നോക്കിയിട്ടും കട്ടെടുത്തിട്ടുമാണ് ഇന്നുള്ള എല്ലാ സൈക്കോളജിസ്റ്റുമാർ സൈക്കോളജി എന്നുകൊണ്ടുള്ള മനഃശാസ്ത്രം ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനുള്ള 4 പാർട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ്. ആ കിതാബുൽ മനസ്സിന്റെ ബഗ്ഗെയാണ് ചൊല്ലുന്നത്. ആ കിതാബ് ഓതുമ്പോ ഞാൻ വിചാരിക്കും ഇത് നല്ല ബഗ്ഗമേ ചൊല്ലുന്നത്. നിങ്ങൾ ഓതിയെന്ന് നിങ്ങൾ വിചാരിക്കാറ് ഇത് നിങ്ങളെ ബഗ്ഗമേ ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ ഗസാലി ഇമാം വഫാത്തായിട്ട് ഏകദേശം 1000 വർഷത്തോളം ആയാ വന്നെങ്കിലും ഇന്ന് തന്റെ മുന്നിൽ തെപ്പാട്ടിട്ട് മഹാൻ മുണ്ടിയ പോലെയാണ്. കൽബിനെ പിടിച്ച് ക്ലീനാക്കുവാട്ടെ കിതാബാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കന്മാരെല്ലാം ഔലിയാക്കന്മാരാവുമ്പോ ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് ഓതിരാറ്. അത് ഓതിട്ട് ഞങ്ങളെ കൽബ് ഹയാത്തായത് ഇഹ്യാ ഉലൂമുദ്ദീൻ തഹിയാ ഖുലൂബുനാ. ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് കൊണ്ടാണ് ഞങ്ങളെ കൽബ് ഹയാത്താവുടെ മഹാന്മാർ പരിപാടിയാണ്. ആ ഗസാലി ഇമാം ആദ്യകാലത്ത് നല്ല ഇൽമെല്ലാം പരിപാടിയിട്ട് ചൊന്നുകൊടുത്തു. ധാരാളം കിതാബ് ഉണ്ടാക്കിയിട്ട് ഇടക്ക് വെച്ച് മഹാന്റെ ചിന്ത മാറിപ്പോയിട്ട് തസവ്വുഫിനെ ചിന്തിച്ചിട്ട് സൂഫിയുടെ മാർഗത്ത് കടന്നുപോയിട്ട് അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്ത് സമർപ്പിച്ചിട്ട് പിൽക്കാലത്ത് വന്ന ആൾമാരെല്ലാം ഗസാലി ഇമാമിന്റെ കിതാബ് കൊണ്ട് ഉപകാരം കിട്ടിയിട്ട് ആ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹുവിന്റെ മുട്ട ഒരു ശിഷ്യൻ അയാൾ ഗസാലി ഇമാമിന്റെ മുട്ട ജന്മ വർഷം പഠിച്ചിട്ട് ചെമ്മ പഠിച്ചിട്ടല്ലേ ഇത് നമുക്ക് ഉപകാരമുള്ളതേത് ഉപകാരം ഇല്ലാത്തതേത്. കുറെ വിഷയങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ആ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പരിഭാഷ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമുകളെ തൊട്ട് ഞാൻ നിന്നൊട്ടിക കാവൽ കേൾക്കണേ. ഞാൻ എത്ര പഠിച്ചേക്കും നമുക്ക് ഉപകാരം കിട്ടണം. സുന്നത്ത് നിസ്കരിക്കണം ചൊന്ന് ഞാൻ പഠിച്ചേക്ക് നാളെ സുന്നത്ത് നിസ്കരിക്കുമ്പോ ആ ഇൽമു കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടിയിട്ട് നിസ്കരിക്കില്ലാണ്ടാക്ക് ആ ഇൽമു കൊണ്ട് ഉപകാരമില്ല. അതുപോലത്തെ ഇൽമുടെ തൊട്ട് നാളെ നിന്നൊട്ടിക കാവൽ കേൾക്കലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. അപ്പൊ ഉപകാരമില്ലാത്ത ഇൽമു ഏറ്റവും വലിയ ഷാപ്പാണ്. അതുകൊണ്ട് ഗസാലി ഇമാമിന്റെ ശിഷ്യൻ ഉസ്താദൊട്ടിയിലേക്ക് കുറെ നാം പഠിച്ചല്ലേ ഇപ്പ ഒരു ചുരുങ്ങിയ പഴക്കത്തിൽ നമുക്ക് ഉപദേശം തരണം. നല്ല കബറിൽ ഉപകാരം കിട്ടുന്ന ഉപദേശം എന്താണ്? നിങ്ങൾ നക്കൊന്ന് ചെന്നിട്ട് ഗസാലി ഇമാം ഉസ്താദ് കയാളോ കടലാസ് എഴുതരുത്. നക്ക് ഉപകാരം കിട്ടുന്ന ഇൽമു പരിപാടി തരണോ. ആ കടലാസ് എത്തിയപ്പോഴാണ് ഗസാലി ഇമാം ആ ശിഷ്യക്ക് ഉത്തരമായിട്ട് ഈ കിതാബിൽ ചെറിയ കിതാബ് ഇതിൽ കുറെ ഉപദേശങ്ങളാണ് ഗസാലി ഇമാം ശിഷ്യക്ക് ചൊന്നോടുകൂടെ. അതിൽ തുടക്കത്തിൽ അയ്യുഹൽ വലം തിരിസത്തെ മോന്റെ തിരിസത്തെ കിടാവും വിളിച്ചിട്ടാണ് ഉപദേശം ചൊന്നുകൊടുക്കുന്നത്. ചെന്നെടുക്കുമ്പോ ചെല്ല് അള്ളാഹു നിന്റെ ആയുസ് നീട്ടിത്തരട്ട്. എന്നിട്ട് അയാൾ ചെല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് നിക്ക് ഉപകാരവും ഉപദേശവും ഇത്രത്തോളം കിട്ടിയിട്ടില്ലേ? അങ്ങനെ കിട്ടിയിട്ടുണ്ടായെങ്കിൽ പിന്നെ നന്റെ ഉപദേശത്തെ അകത്തിയില്ല. അതുകൊണ്ട് നാളെ സ്വന്തമായി നിക്ക് ഉപദേശം തന്നില്ല. നന്റെ ഉപദേശം എന്ത് ഇല്ലെങ്കിലും അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുനുബുവത്ത് പ്രവാദിത്വത്തെ പ്രകാശത്തെ നാവിടെ വന്നേക്കേണ്ട ഉപദേശമാണ്. ആ ഉപദേശം താൻ കേൾക്കുമ്പോ എന്റെ ജീവിതത്തിൽ അത് ഫലിക്കും. അതുകൊണ്ട് നിൽക്കുന്നതാണ് ഹദീസ് ചൊല്ലണ്ടേ അയ്യുഹൽ വലദ് മിൻ ജുംലതി മാ നസഹ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. തന്റെ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഏറ്റവും പരമപ്രധാനമായ ഉപദേശമാണ് ഹദീസ്. അലാമത്തു യദാ ലില്ലാഹി തആല അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി. ഗസാലി ഇമാമിന്റെ ശിഷ്യൻ ഉപദേശം കേട്ടപ്പോ ഗസാലി ഇമാം ചൊല്ലുകൊടുക്കുന്ന ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസിന്റെ തുടക്കം അലാമത്തു യദാ ലില്ലാഹി തആല അനിൽ അബ്ദി. ഒരു അടിമയെ തൊട്ട് ഒരു മനുഷ്യരെ തൊട്ട് അള്ളാഹു ക്യാറാക്കാണ്ടിക്കല് അള്ളാഹു പിന്തിരിഞ്ഞു കളയില്. ആ മനുഷ്യരെ അള്ളാഹു ക്യാരയാക്കില്ല, അവന്റെ മൈൻഡയാക്കില്ല. അത് അടയാളം എന്തിനു കേട്ടെങ്കിൽ ഇഷ്ടിവാലുഹു ബിമാ ലാ യഅനി. അനഗത്യമായ വിഷയത്തിൽ ഒരാൾ മുടങ്ങിടാണ്ടായെങ്കിൽ ആ മനുഷ്യരെ അള്ളാഹു കൈവിട്ടാനുള്ളത് സൂചനയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. ഒരാൾ അനാവശ്യമായ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള അകത്യമില്ലാത്ത വിഷയം നമുക്ക് എത്ര അകത്യമുണ്ടോ ആ അകത്യമുള്ള വിഷയത്തിൽ നാം ഇടപെടണം.
നക്കകത്തിയില്ലാത്ത വിഷയത്തിൽ പോയിട്ട് നാണ് മൂക്ക് തൂരിച്ചറിയുള്ളൂ. അതാക്കുമ്പോ അതിനർത്ഥം അള്ളാഹു തന്റെ കൈകുട്ടാന്നുള്ളത് അടയാളാണ്ട് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കല്, അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കല്, പിന്നൊരാളെ ಬಗ್ಗೆ ഗീബത്ത് ചെല്ലാണ്ടിക്കല്, പിന്നൊരാളെ ಬಗ್ಗೆ നമീമത്ത് ചെല്ലാണ്ടിക്കല്. തന്റെ ഭക്യമേ സമാപ്തമാവുന്നു, തന്റെ ഭക്യമേ റിപ്പേരിയാക്കുവത്തരമാവുന്നു. ഇതെല്ലാം ഇരിക്കുമ്പോ ഞാൻ പിന്നൊരാളെ ಬಗ್ಗೆ മുണ്ടതിക്ക് അർത്ഥമില്ല. അങ്ങനെ ഞാൻ എനിക്കയും പിന്നൊരാളെ ಬಗ್ಗೆ മുണ്ടിയിട്ടുള്ളേ എങ്കിൽ മനസ്സിലാക്കുന്നു നന്റെ അള്ളാഹു കൈവിട്ട പടച്ചോൻ നന്റെ കൈവിട്ടാൻ ചൊന്നെങ്കിൽ പിന്നെ നക്ക് രക്ഷണ കണ്ടവൻ ലോകത്താറാം. ഏത് ആകാശമാണ് നന്റെ കാക്കല്, ഏത് ഭൂമിയാണ് നന്റെ താങ്കള്. ഭൂമിയിലുള്ള എല്ലാവരും ഭക്ഷണം കൊടുക്കണവരും എല്ലാവരെയും നിയന്ത്രിക്കണവരും പടച്ചവനാണ്. ആ പടച്ചവനും നന്റെ കൈവിട്ടാണ്ടായെങ്കിൽ പിന്നെ ലോകത്തൊരു മുഖ്യമന്ത്രിയും നന്റെ ബച്ചാവാക്കുക സാധ്യയില്ല, ലോകത്തൊരു രാഷ്ട്രാധ്യക്ഷരും നന്റെ ബച്ചാവാക്കുക സാധ്യയില്ല. അതുകൊണ്ട് നന്റെ പടച്ചവന് നന്റെ കൈവിടുക തീറ. അതുകൊണ്ടല്ലേ ദ്വാരത്തില് പടച്ചോനെ ഞങ്ങളെ ആറ് കൈവിട്ടെങ്കിലും പടച്ചോനായ നീ കൈവിടുക തീറ. ഞങ്ങളെ ദ്വാ എപ്പോഴും അങ്ങനെയാണ് വേണേ. മനുഷ്യന്മാർ എപ്പോഴും കൈവിടുവാറ്. ഇന്ന് ചങ്ങായാവുന്നു നാളെ ശത്രുവാവാം, ഇന്ന് ശത്രുവായാവുന്നു നാളെ ചങ്ങായി ആവാം. ദുനിയാവുടെ ഹാലാണ്, ദുനിയാവുടെ അവസ്ഥയാണ്, മനുഷ്യന്മാരുടെ ഹാലാണ്. ആൾമാരെ നമ്പിട്ട് ദുനിയാവിലൊന്നും സാധ്യയില്ല. അതുകൊണ്ടാണ് പടച്ചോണ്ടട്ടിയുള്ള അള്ളാഹുവെ ലോകത്തുള്ള ആറ് നന്റെ കൈവിട്ടെങ്കിലും നീ നന്റെ കൈവിടുക. റബ്ബ് ഞങ്ങൾ കൈവിട്ടില്ലേ എങ്കിൽ പേടിക്കുന്ന അകത്യമേയില്ല. റബ്ബ് ഞങ്ങൾ കൈവിട്ടാനുള്ളത് അടയാളം അനാവശ്യമായ സംസാരങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടുള്ള, അനാവശ്യമായ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള എന്നുള്ളത് ഏറ്റവും നക്ക് പിടിച്ചിറക്കിയ പോലാണ്. പരിപാടി ഞങ്ങളെ മനസ്സിൽ വെപ്പനായ ആവശ്യമില്ലാത്ത വിഷയത്തിലുള്ള തന്റെ കൈ അത് അത്യമൂല്യമാണ്. കോടി കൊടുത്തെങ്കിലും കിട്ടാത്തതാണ്. തന്റെ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ ആ ഒരു സെക്കൻഡ് തിരിച്ചെടുക്കുക ലോകത്തിൽ എത്ര കോടി കൊടുത്തേക്കും സാധ്യമില്ല. അമൂല്യമായ സമ്പത്താണ് ലോകത്തിന്റെ സമയം. പൈസ കൊടുത്തുവിട്ടത് പലതും, പൈസ കൊടുത്ത് കിട്ടാത്തതാണ് സമയം. അതുകൊണ്ട് സമയത്തിന്റെ മൗല്യവും കത്തി എത്ര ടൈമിട്ടുള്ള ആ ടൈമുടെ എല്ലാം തന്റെ പറഞ്ഞോട് ഗുണമുണ്ട. നാനൊരു പളക്ക പറയുക, നാനൊരു വിഷയം മുൻപ് നാവ് പഠിച്ചു പാഴ്ചനാക്കുന്നു. ഈ പളക്ക കൊണ്ട് തന്റെ ആഗ്രഹത്തിൽ എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ മാത്രം നന്ദുണ്ട. നമുക്ക് ലോസ് ഉണ്ടായെങ്കിൽ ലോസര കച്ചവടത്തിൽ ലാഭം കൊണ്ടില്ല. ദുനിയാവ് അങ്ങനെയല്ലേ. ആരെങ്കിലും ലോസര കച്ചവടത്തിൽ കൊണ്ടാണ് 100 രൂപ ഇട്ടാളത് 100 രൂപ കൊടുത്ത് അസുഖാണ് അവർക്ക് ലാഭമൊന്നും കിട്ടുന്നുണ്ടായെങ്കിൽ രണ്ടാമതവണ ആ കച്ചവടത്തിൽ കൊണ്ടില്ല. 100 രൂപ ഇട്ടവർക്ക് 120 രൂപ എടുക്കുക ആവുന്നുണ്ടായെങ്കിൽ പിന്നെ അവൻ കച്ചവടത്തിൽ കൊണ്ടാണ്. ലാഭം കച്ചവടമാണ്. ഇപ്പൊ നല്ല പലർക്ക് കൊണ്ട് നമുക്ക് ലാഭമുണ്ടാ എങ്കിൽ മാത്രമേ ആ സംസാരം നാം കൊണ്ടുള്ളൂ. എത്രമാ വിൽക്കുന്നുള്ളൂ, എത്രമാ സ്വലാത്തുന്നുള്ളൂ. നാളെ തന്റെ ഔത്തര പള്ളിയിൽ പോകുമ്പോ അല്ലെങ്കിൽ പള്ളിയുടെ ഔത്തര പോകുമ്പോ തന്റെ നാവ് ചലിപ്പിക്കുക പറ്റിയെങ്കിൽ സ്വലാത്തിന് എത്രമാവും, വിൽക്കുന്ന എത്രമാവും. സ്വർഗത്തിൽ നടുവ് പറ്റിയെങ്കിൽ കൃഷിയാവും. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇസ്രായേലിലെ ജാവുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുണ്ടും വചനത്ത് ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിൽ ഇങ്ങനെ ചാഞ്ഞ് നിന്നോട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതിന്റെ നബിയെ അഖ്റീ ഉമ്മതക നന്റെ സലാം നിങ്ങളുടെ സമുദായത്തിൽ ചെല്ലണം. അസ്സലാമു അലൈക്കും ഈ സമുദായത്തിൽ സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലുവരത്ത്. എന്നിട്ട് ചെല്ലണം, നിങ്ങളുടെ സമുദായത്തിലേക്ക് പോയി ചെല്ലണം. സ്വർഗം ചെന്നത് നല്ല മണ്ണുള്ള ഭൂമിയാണ്. സ്വർഗത്തിൽ നല്ല ഫലം എടുക്കുകയാവുള്ളൂ, നല്ല കൃഷി നടുകയാവുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിൽ നടുവ് പറ്റിയ കൃഷി ഏതാണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊന്നു കൊടുക്കുന്ന കൃഷി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വല്ലാഹു അക്ബർ. വാവ് കൂട്ടിയിട്ടുള്ള ദിക്ർ. ഈ ദിക്ർ ഇത് സ്വർഗത്തിൽ നടവുള്ള കൃഷിയാണ്. നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ ചൊന്നുകൊടുക്കുകൊണ്ട് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെയ്തത്. അപ്പൊ നാം അനാവശ്യമായ സംസാരം കൊണ്ടുള്ള സ്വർഗത്തിൽ നല്ലൊരു കൈനക്ക് നഷ്ടായം കൊണ്ടു. സ്വർഗത്തിൽ എത്ര കിട്ടുക അത്ര ലാഭമാണ്, അത്രയും
സുഖമാണ്. അതുകൊണ്ട് എപ്പോ ഫ്രീ ടൈം കിട്ടുക അപ്പൊ ഈ ഒരു തൈ നടവുള്ള ശ്രമം ആക്കാം. സ്വർഗത്തിലുള്ള തൈ നട്ടുകൊണ്ടുള്ള സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒരു 3 സെക്കൻഡ് കൊണ്ട് 4 സെക്കൻഡ് കൊണ്ട് ചെല്ലു തീർക്കുക അവിടെ ദിക്റാണ്. ഈ ദിക്ർ നാം ചെല്ലുമ്പോ മനസ്സിലാക്കണം സ്വർഗത്തിൽ നാം ഒരു തൈ നട്ടുകൊണ്ടുള്ള എങ്കിൽ ഒരു നാളിൽ എത്ര തൈയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ആ അനഗത്യമായ വിഷയത്തിൽ നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടു. അടിയുതങ്ങളുടെ ഹദീസ് ഏറ്റവും മൗല്യമുള്ളതാണ്. അനാവശ്യമായ വിഷയത്തിൽ ഒരാളൊരിക്കലും ഇടപെട്ടു പോകുക. എന്തുകൊണ്ട്? കാരണം നമുക്ക് ഒരിക്കലും ഒരാളും സർട്ടിഫിക്കറ്റ് തന്നിട്ടേയില്ല. നാം നിസ്കരിച്ചെങ്കിലത്തെ നിസ്കാരം അത് സ്വീകരിച്ചിട്ട് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തന്നതാണ്? ഒരാളും തന്നില്ല. ഞാനൊരു പള്ളിക്ക് 2000 രൂപ കൊടുത്തെങ്കിൽ പള്ളി കമ്മിറ്റിനകത്ത് റിസിപ്റ്റ് തണ്ട്. അതിനർത്ഥം നിങ്ങളെ 2000 രൂപയുടെ സ്വീകാരമായത് റിസിപ്റ്റ് തണ്ട് കിട്ടിയിട്ട് എല്ലാവർക്കും ഞങ്ങൾ റിസിപ്റ്റ് കൊടുക്കുക. റിസിപ്റ്റ് കിട്ടിയോണ്ടുണ്ട്. പക്ഷെ ഞാൻ തന്റെ ആഴ്ചയിൽ ഇത്ര രൂപ നിസ്കരിച്ച നിന്റെ നിസ്കാരം സ്വീകരിച്ചിരുന്നത് ഒരു റിസിപ്റ്റും തണ്ട് കിട്ടിയില്ല, നീക്കും കിട്ടിയില്ല. അപ്പൊ ഈ റിസിപ്റ്റ് കിട്ടാത്ത കാലത്തോളം നാളെ അനഗത്യമായ വിജയത്തിൽ ഏർപ്പെട്ടത് അർത്ഥമേയില്ല. കിട്ടിയിട്ട് നിശ്ചയിക്കത്തെ ജന്മ മഹാന്മാരുള്ളതാണ്. അപ്പൊ നഗ നിശ്ചയിച്ചിട്ട നിസ്കാരവും നഗാക്കിയത്തെ നോമ്പും നാം എത്ര വർഷത്തിൽ പിന്നെ നിശ്ചയിച്ചുകൊണ്ടുള്ള, എത്ര വർഷത്തിൽ പിന്നെ പള്ളി പോയിട്ടുള്ള, നോമ്പ് നോക്കിക്കൊണ്ടുള്ള, താഴ്കൊണ്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുക നിരീക്ഷ വേണം. പക്ഷേ ഗ്യാരണ്ടി എന്താണ്? ഒരു ഗ്യാരണ്ടി ആർക്കും കിട്ടിയിട്ടേ ഇല്ല. നല്ല നിസ്കാരത്തെ ഒരു ജന്ത്ര അകാത്ത് പലർക്കും സ്വീകരിച്ചിരിക്കുവാനുള്ള ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്തെല്ലാം കുറവേക്കും, എന്തെല്ലാം കുറവേക്കും. ബഹുമാനപ്പെട്ട അസാബ് സുലമി റളിയല്ലാഹു അൻഹു ചെന്ന മഹാൻ, അയാൾ നല്ലൊരു വസ്ത്രം സ്വന്തം നെഞ്ഞി ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വിൽക്കും. അങ്ങനെ വിൽക്കവും വാങ്ങലൊക്കെ ആൾമാരെല്ലാം വന്നാണ്. അങ്ങനെ ഒരാളെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അസാബ് സുലമി റളിയല്ലാഹു അൻഹുടെ മനസ്സിലുള്ള ഇതിൽ ഒരു കുറവയുമില്ല, ഒരു അയവുമില്ല. കാരണം എത്ര ടൈം എടുത്തിരുന്ന ഈ വസ്ത്രം നെയ്യുണ്ടാക്കും, ഒരു കുറവയുമില്ലാത്ത വസ്ത്രം ചെന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് നല്ല വില ചെന്നു. ഒരാൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് കുറെ കുറത്ത് ചെന്നത് ഇന്ന സമയമില്ല കുറെ കുറത്ത് അയവും ന്യൂനത്തെ ചെന്നപ്പോ ഇയാൾ ഉൾപ്പെടും സുഖമാക്കിയപ്പോ ഈ ഓണ് കേട്ട നീ എന്ത് ഉൾപ്പെടണ്ട, നീ സ്വന്തം വില താൻ തന്നെ ഉൾപ്പെടാൻ ചെന്നപ്പോ അയാൾ ചെന്നേക്കത്ത പളക്കത്തിൽ ഒന്നുണ്ട നിന്റെ പൈസ പോലെ ചെന്നിട്ട് നാം ഉൾപ്പെട്ടുകൊണ്ടുള്ളല്ല. പിന്നെയോ ഞാൻ എത്ര കാലായിട്ട് ഈ വസ്ത്രം നെയ്തുണ്ടാക്കൂ തുടങ്ങിയിട്ട് നല്ല മനസ്സിൽ മാർക്കറ്റിൽ പറയുമ്പോ എന്ത് ചെയ്യുന്നേ, ഇത് ഒരു കുറത്തേക്ക് ഇല്ലാണ്ടല്ലേ. പക്ഷേ നല്ല നിപുണനായ ഒരു കസ്റ്റമറാണ് നീ. നിന്റെ കണ്ണുടെ മുന്നിൽ ഇത് പെട്ടപ്പോ ഇതിൽ എന്തെല്ലാം കുറത്തെയാണ് നീ ചൊന്നേ എങ്കിൽ എന്റെ മനസ്സ് ഓടിപ്പോയിട്ട് എവിടെ തോന്നുന്നുണ്ട, നാളെ പടച്ചോന്റെ മുന്നിൽ നാം പോകുമ്പോ ചെമ്മ നിസ്കരിച്ച് ചെമ്മ നോമ്പെടുത്ത് ചെമ്മ കട്ടാക്കുന്നു ചെമ്മ ഒന്നും ചെന്നിട്ടാണ് ഞാൻ എന്റെ റബ്ബിടെ മുട്ട പോണ്ടേ. പക്ഷേ റബ്ബിടെ മുട്ട വെക്കുമ്പോൾ എന്റെ നിസ്കാരത്തിൽ എത്ര കുറവാണ്, എന്റെ നോമ്പിൽ എത്ര കുറവാണ്. റബ്ബ് എല്ലാം കൊണ്ടാവണല്ലേ. ഈ കസ്റ്റമറായ നിന്റെ മുന്നിൽ ഈ വർഷത്തിൽ ഇത്ര കുറച്ച് നീ ചൊന്നേണ്ടായെങ്കിൽ എന്റെ റബ്ബിടെ മുന്നിൽ എന്റെ അഭിമാനത്തിൽ എത്ര കുറച്ചെങ്കിൽ ഇത് ഉയർത്തിട്ടാണ് ഞാൻ ഉൾപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട അസാബ് സുലമി റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് നോമ്പെടുക്കുന്നയാളായാലും, ഏത് നിസ്കരിക്കണമെന്നും, ഏത് കഴിവുള്ള ആളും, ഏത് സക്കാത്ത് കൊടുക്കണമെന്നും ഒരിക്കലും വഞ്ചിതനായി പോകുമ്പോഴില്ല. ഞാൻ ഇത്ര അക്കിലല്ലേ അതുകൊണ്ട് ഞാൻ ബച്ചാവായ ചൊല്ലുക സാധ്യമേ ഇല്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. കിട്ടിയ മഹാന്മാരുള്ള ആള് ഞാൻ നേരത്തെ ചൊന്ന ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ധാരാളം കിതാബ് എഴുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ശിഫാറസു ശഫാഅത്താക്കിയിട്ട് അയാൾക്ക് എസ് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പാസ്സാക്കിയിട്ട് ഗസ്സാലി ഇമാമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അങ്ങനെ കിട്ടിയ മഹാന്മാർ ചെന്നുള്ള ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുയുടെ കിതാബ് ഞാൻ ഇന്നലെ ഓതുമ്പോ അത്ഭുതപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഫാനീദു ഫി ഹലാവത്തിൽ അസാനീദ് ചെന്നിട്ടു ഒരു ചെറിയ കിതാബ് വ്യത്യസ്തമായ ഹദീസുകൾ റിപ്പോർട്ടാക്കിയ ഒരു കിതാബുണ്ട്. ആ കിതാബിലെ തുടക്കത്തിൽ അയാളെ ശിഷ്യൻ വിശദീകരിക്കുന്നത് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ചെന്നെങ്കിൽ ഏകദേശം ഒരു 400-500 വർഷത്തിന് മുന്നിൽ വന്ന മഹാനാണ്. ഹിജ്റ 10 ശതമാനത്തെ ആളാണ്. ഇപ്പൊ ഹിജ്റ 15 ശതമാനം, ഹിജ്റ 10-ാം നൂറ്റാണ്ടിലെ ആളാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടത്ത് അയാൾക്ക് റിസിപ്റ്റ് കിട്ടിയിട്ട് പിന്നെ പേടിക്കുക ഗതിയില്ല. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയെ ശിഷ്യൻ കേട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാറാ കണക്കില്ലാത്ത വട്ട കണ്ട്
നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടാറാ. അപ്പൊ അയാൾ ചൊന്ന് 70 ചില്ലാറ വട്ട കണ്ട, ഒർക്കൊന്നുമല്ല 70 ചില്ലാറ വട്ട ഇങ്ങനെ നേർക്ക് നേരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് വിശദീകരിക്കണേ. എങ്ങനെയാണ് കാണാണ്ടിരിക്കും? 500 ചില്ലാറ കിതാബ് ലോകത്ത് എഴുതി സമർപ്പിച്ച മഹാനാണ് ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തി റഹിമഹുല്ലാഹ്. ഈജിപ്തുകാരനായ പണ്ഡിതനാണ് അയാൾ. വെറും തഫ്സീർ അതുപോലെ ഖുർആന്റെ ಬಗ್ಗೆ 40 കിതാബ് എഴുതിയിട്ടാണ്. ഹദീസിന്റെ ಬಗ್ಗೆ 205 കിതാബ് എഴുതിയിട്ടാണ്. അതുപോലെ ഫിഖ്ഹിൽ 70 കിതാബ് എഴുതിയിട്ട് ഇങ്ങനെ ചെമ്പ വിശദീകരിക്കുന്നത്. ആ സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നാൾ ഈജിപ്തിൽ നിൽക്കുമ്പോ അയാളുടെ ശിഷ്യനായ മുഹമ്മദ് ഉള്ള ശിഷ്യൻ ആ ശിഷ്യരെ കൈപിടിച്ചിട്ട് ചൊല്ലു, ളുഹർ നിസ്കരിച്ചിട്ട് ചൊല്ലു, അസർ നിസ്കാരത്തിന് മക്കത്ത് എത്തുമ്പോൾ എനിക്ക് ഇഷ്ടം ഉണ്ടാകുക. ആർക്കാണ് ഇഷ്ടമില്ലാത്ത? കാലത്തെ മുട്ട നിസ്കരിക്കൂ. ഈജിപ്ത് എവിടെ? മക്ക എവിടെ? ഈജിപ്തിലെ മക്കത്ത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 1170 ചില്ലാറ കിലോമീറ്റർ ഉണ്ട്. അത്ര ദീർഘ യാത്ര ആകും. അപ്പോ അണ്ട് ഫ്ലൈറ്റ് ഇല്ല, എങ്ങനെയാണ് പോകും? നടന്നു പോകുന്നത്. അവിടെ സുയൂത്തി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യരൊട്ടിക്ക് എടുത്ത് അസർ നിസ്കാരം നമ്മ മക്കത്തിലാക്കാമാ ആക്കാൻ ചെന്ന്. അപ്പോ കൈപിടിച്ചിട്ട് സുയൂത്തി ഇമാം ചെന്ന് കണ്ണു മുച്ചോളൂ. കണ്ണു മുച്ചിട്ട് ഒരു 27 ചവിട്ടടി നടന്ന് 27 സ്റ്റെപ്പ് വെച്ചിട്ട് കണ്ണ് തുറക്കോ ചൊല്ലുമ്പോ ശിഷ്യൻ ചൊല്ലു, നമ്മ എവിടെ ഉള്ളവന്നുണ്ട ഈജിപ്തിൽ നിന്ന് ആൾമാർ നങ്ങ ജന്നത്തുൽ മുഅല്ലത്തിലുള്ള ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ മക്കത്തിലാണ്. അങ്ങനെ നങ്ങ ഖദീജ ബിയുടെ ഖബർ സിയാറത്താക്കിയ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ ഖബറെല്ലാം സിയാറത്താക്കിയിട്ട് നേരെ കഅബത്തെ മുട്ട പോയി തവാഫെല്ലായിട്ട് അസറെല്ലാം നിസ്കരിച്ചിട്ടാവാ സുയൂത്തി ഇമാം നന്നൊട്ടിക്ക് എടുത്ത് നിങ്ങൾ നന്നൊട്ടിക്ക് പണ്ടാറ അല്ല ഹജ്ജ് പണ്ടಕ್ಕೆ താഴ്മാറ ഹജ്ജെല്ലാം കണ്ടി പിന്നെ പണ്ടാറ കേൾക്കുന്നത് ഇല്ല. ഞാൻ എന്റെ ഉസ്താദൊട്ടിക്ക് പണ്ടാൻ ചെന്നപ്പോ വീണ്ടും കൈപിടിച്ചിട്ട് ഒരു 7 ചവിട്ടടി നടന്നു നോക്കുമ്പോ നമ്മൾ ഈജിപ്തിലുള്ള മിസ്റിലുള്ള ഇത് അനുഭവ സത്യങ്ങളാണ്, അനുഭവ കഥകളാണ്. അപ്പോ മഹാന്മാരായ ആൾമാർ അള്ളാഹു എന്താക്കണം ചെന്നെങ്കിൽ ഭൂമിയെ ചുരുട്ടിക്കൊടുക്കണണ്ട. 1000 കിലോമീറ്റർ അല്ല 10,000 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഭൂമിയെ അള്ളാഹു ഇങ്ങനെ ആക്കി വിടുക. അപ്പൊ ഒരു സ്റ്റെപ്പ് ഇപ്പുറം വെച്ചാൽ കഴിക്കുക, സഡൻ അപ്പുറത്ത് എത്തിയിട്ടാവും. അപ്പൊ സുയൂത്തി ഇമാം ചെന്നൊരു പറക്ക. പിന്നെ അത്ഭുതം എന്തിനും ചെന്നെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾമാർക്ക് ഭൂമി ഇങ്ങനെ അള്ളാഹു ചുരുട്ടി തന്നതിലല്ല അത്ഭുതം. ഈജിപ്തിൽ പോലെ ആൾമാരുള്ള ഞങ്ങളെ സമകാലീനരായ പോലെ ആൾമാർ അങ്ക് ഞങ്ങളെ ഇന്ന് തോന്നുന്നു മനസ്സിലായിട്ടേ ഇല്ല. ഇമാമിന് സുയൂത്തി റഹിമഹുല്ലാഹ് നമ്മ സുയൂത്തി ഇമാമിന്റെ ശിഷ്യൻ അയാളെ ಬಗ್ಗೆ ചെന്ന മൗലിദ് നാൻ വായിച്ച് അത്ഭുതപ്പെട്ട ലോകത്ത് അങ്ങനത്തെ ഒരു ആലിമയില്ലാണ്ടതുകൊണ്ടുള്ളേ. പക്ഷെ അങ്ങനെയൊക്കെ ആലിമീങ്ങളായ ആൾമാരും അസൂയക്കാരിക്കാറ്, പണക്കാരും അസൂയക്കാരിക്കാറ്. അസൂയക്കാരെന്ന് ചെന്നാൽ സമകാലീന ജഗത്തിൽ ജീവിക്കുന്ന ആൾമാർക്കാണ്. 100 വർഷം കഞ്ഞി പോയ ആളൊട്ടിയാണ് അക്കിന്റെ അസൂയിക്കില്ലേ. രണ്ട് സമ ഇന്ത് ജീവിക്കുന്ന ആളൊട്ടിയാണ് അസൂയിക്കല്. അതും ബോംബെയിലുള്ള ആളൊട്ടിക്ക് സൗദിയിലുള്ള ആളൊട്ടിക്ക് അസൂയല്ല, മുട്ടയ്ക്ക് ആൾമാരൊട്ടിക്ക് അസൂയാണ്. അത് മനസ്സിന് തട്ടയ്ക്കത്തെ ഒരു സീക്കാണ്. അമ്മാവ് ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവും. അപ്പൊ സുയൂത്തി ഇമാം അണ്ട് ചെന്ന പറക്കാണ്. അപ്പൊ ഞാൻ ചെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അങ്ങനെ ശിഷ്യൻ ചൊല്ലു തന്റെ ഉസ്താദ് വഫാത്തായാൽ പിന്നെ ഉസ്താദ് ഒരു കടലാസ് നട്ടിട്ടിട്ട് ആ കടലാസ് നക്കുസ്താദിന്റെ കാട്ടിയില്ല, ആർക്കും കാട്ടിയില്ല, ഗൊന്തയില്ല. സുയൂത്തി ഇമാം ഇത്രയും വലിയ ഹിദ്മത്തെല്ലാം ആക്കിയിട്ട് ഒരു നാൾ ഒബാത്തായി പോയിട്ടല്ലേ. അങ്ങനെ ഒബാത്തായി പോയി നോക്കുമ്പോ ഉസ്താദിന്റെ മുട്ടത്ത് ഒരു കടലാസ് ഞാൻ കണ്ട. ആ കടലാസിൽ എന്ത് വെച്ചിരിക്കുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുയൂത്തി ഇമാം എഴുതി വെച്ച കടലാസാണ്. റഅയ്തു ഞാൻ കണ്ട ഫിൽ മനാമി സ്വപ്നത്തിൽ ഞാൻ കണ്ട എപ്പ ലൈലത്തുൽ ഖമീസ് ഒരു ബേറാസ ജാവു താനിയ ഷഹീദ് റബീഉൽ അവ്വലിന്റെ പിന്നെ 2ാമത്തെ നാൾ ഒരു ബേറാസറുണ്ട്. ഹിജ്റ 904 ನಾನು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಗಳ ಸ್ವಪ್ನത്തിൽ കണ്ട കന്നി ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലുള്ളവരും. അപ്പൊ ഞാൻ നബി തങ്ങളൊട്ടിಗೆ ചെന്ന ഫദകർതു ലഹു കിതാബൻ ശറഅതു ഫി തഅലീഫി ഫിൽ ഹദീസ്. നബി ഹദീസിന്റെ ಬಗ್ಗೆ ನಾನು ഒരു കിതാബ് എഴുതിയിട്ടുള്ള ആരൊട്ടിಗೆ ചെല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ ചെല്ലെ അണ്ട് ഹദീസ് സുയൂത്തി ഇമാമിന്റെ കാലത്ത് ഒരു 2 ലക്ഷം ഹദീസ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് 2 ലക്ഷം അല്ല 10 ലക്ഷം ഹദീസ് കാണാൻ പാടുന്ന അലിമീനാർ. ചില ആൾമാരെ ಬಗ್ಗೆ 15 ലക്ഷം ഹദീസ് കാണാൻ പാടുന്നത്. ഇന്ന് ലോകത്ത് നിങ്ങൾ എവിടെ നോക്കിയപ്പോൾ 1 ലക്ഷത്താറ്റിയാൾ ഹദീസ് കാണാൻ സാധ്യമല്ല, ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമില്ല. സുയൂത്തി ഇമാമിന്റെ കാലത്ത് 500 വർഷം മുന്നേ 2 ലക്ഷം ഹദീസാണ് സുയൂത്തി ഇമാം ചൊല്ല്.
അപ്പൊ ഈ ഹദീസെല്ലാം എത്തി വെക്കണം ചെന്നിട്ട് ഏകദേശം 1 ലക്ഷത്തോളം ഹദീസ് ഇമാമുന സുയൂത്തി റഹിമഹുള്ള ജംഉൽ ജവാമിയുടെ കിതാബിൽ ഏകദേശം 21 ജുസുള്ള കിതാബ്. അത് ലോകത്തുള്ള ഹദീസ് എല്ലാം ഒരുമിച്ച് കൂട്ടണമെന്നാണ് സുയൂത്തി ഇമാമിന്റെ ശ്രമം. അങ്ങനെ നടത്തി അത് പൂർത്തിയാക്കുകയില്ല. സുയൂത്തി ഇമാം വഫാത്തായി പോയിട്ട്. അപ്പൊ നോക്കുക 2 ലക്ഷം ഹദീസ് അണ്ടിന്റെ. അപ്പൊ അതുക്ക് മുന്നിൽ 15 ലക്ഷം ഹദീസ് പഠിച്ച ആൾമാരിന്നാണ് ഞാൻ ചെന്നെ. 10 ലക്ഷം ഹദീസ് പഠിച്ച ആൾമാരിൽ ഞാൻ ചെന്നെ. പക്ഷെ ഇന്ന് വരെ ആൾമാർ ഞാൻ ഡയറക്റ്റ് ഹദീസിൽ എടുക്കണേ, ഡയറക്റ്റ് ഖുർആൻ എടുക്കണേ ചെല്ല. എത്ര ഹദീസാണ് ഞങ്ങളെ മുന്നിലുള്ളത്? ഞങ്ങൾ കണ്ടത് വെറും 50,000 ഹദീസായിരിക്കും. ഇതിൽ എത്രമോ ട്രിപ്പിൾ ഹദീസാണ് ഷാഫി ഇമാം കണ്ടത്. ആ ഷാഫി ഇമാമുടെ മദ്ഹബാണ് ഷാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. 4 മദ്ഹബ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഇങ്ങനത്തെ മദ്ഹബ്. അതുപോലെ ആ മദ്ഹബ് സ്വീകരിക്കാണ്ട് കർമ്മശാസ്ത്രം എന്തും സ്വീകരിക്കാണ്ട് ഞാൻ ഡയറക്റ്റ് ഹദീസിൽ എടുക്കുക, ഞാൻ ഡയറക്റ്റ് ഖുർആൻ എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അഹങ്കാരാണ്. അഹങ്കാരത്തെ പരമാവധിയാണ്. എന്തുകൊണ്ട്? കാരണം നാളെ ഹദീസ് കാണുമ്പോ ഈ ഹദീസിക്ക് എതിരാണ് ആ ഇമാം ചെന്നത്. അതുകൊണ്ട് ആ ഇമാം ചെന്നത് തള്ളിക്ക് നാട്ടി ഡയറക്റ്റ് ഈ ഹദീസ് എത്താൻ ചൊല്ലുമ്പോ ഈ ഹദീസും ഇതിനാട്ടി അപ്പുറത്തെ ഹദീസും അതിനാട്ടി അപ്പുറത്തതും കണ്ട ആളാണ് ആര്? ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അടുത്തൊരാളെ പ്രസംഗം ഞാൻ കേട്ട അയാൾ അതിൽ ചൊല്ല ഒരു ആയത്ത് വായിച്ചിട്ട് ഈ ആയത്തിൽ അർത്ഥം വെക്കുന്നത് ഷാഫി ഇമാമു തപ്പ് സംഭവിച്ചിട്ട് ആര് ചൊല്ലേ ഇന്നുള്ള അയാൾ മരണപ്പെട്ടു പോയിട്ട് അയാൾ ചൊല്ല ഈ ആയത്തിൽ അർത്ഥം വെക്കുന്നവിടെ ഷാഫി ഇമാമു തപ്പയിത്ത്. ഷാഫി ഇമാമുടെ തിന്തുണെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടേ? ഷാഫി ഇമാമു എത്ര ലക്ഷം ഹദീസാണ് ഒന്നുമില്ലേ? ഓൻ ചിലപ്പോ ഈ ആയത്തിൽ അർത്ഥം തപ്പും ചൊല്ലോ കാരണം ഏതോ ഒരു ഹദീസ് കണ്ടിട്ടിക്കുക. പക്ഷെ ഈ ഹദീസും ഇതിനാട്ടി അപ്പുറത്തതും കണ്ട ആളാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. ആ ബോധാണ് നമുക്ക് പറഞ്ഞേ. കാരണം ഇന്ന് ഞങ്ങളുടെ മുന്നിൽ 50,000 ഹദീസ് ഇപ്പൊ ആരായിത്തേക്ക് അതിൽ 10 ചില്ലാറ ലക്ഷം ഹദീസ് എവിടമാ നഷ്ടപ്പെട്ടു പോയിട്ട് അതെല്ലാം ഇമാമിങ്ങൾ ഒന്നിട്ട് അത് ഒന്നിട്ടാണ് ആ വിധി നമുക്ക് എഴുതി ലോകത്തിൽ വഴിപാട്ടി തന്നത്. അതുകൊണ്ട് ആ ഇമാമിങ്ങളെ പിറകത്ത് ആറ് കൊണ്ടാണ് അവിടാണ് സ്വർഗത്തിൽ കൊണ്ട്. അല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ഖുർആൻ എടുക്കണേ, ഡയറക്റ്റ് ഹദീസ് എടുക്കണേ എന്നുള്ള ആള് ദാരി തപ്പുടതിൽ ഒരു സംശയവുമില്ല. അത് കിബറാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ സുയൂത്തി ഇമാം ചൊല്ലുന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിതാ ഹദീസ് ജംആക്കുക തുടങ്ങിയ ഹദീസ് എഴുതി വെക്കുക തുടങ്ങിയ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഞാൻ തെല്ല് നിനക്ക് വായിച്ചു തരട്ടാ കേൾക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചെന്ന് ഹാത്തി യാ ശൈഖൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചിട്ടുണ്ട്. ഹാത്തി ഇപ്പർ കൊമ്പർ നിങ്ങൾ എഴുതി കിതാബ് ഇപ്പർ കൊമ്പർ ശൈഖുൽ ഹദീസ് ചൊല്ല പേരിൽ വിളിച്ചു. അപ്പൊ ഹദീസുൽ ശൈഖ് നല്ല പഴക്കത്തെ ലോകത്ത് ഹയാത്താക്കിയ ആളാണ് സുയൂത്തി ഇമാമിന്റെ ಬಗ್ಗೆ ചൊല്ലുന്നത്. ശൈഖുൽ ഹദീസ് ചൊല്ല പേരിൽ വിളിച്ചിട്ട് ചില റിപ്പോർട്ടിൽ കണ്ട് സുയൂത്തി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എടുത്തുള്ള സ്വപ്നത്തിൽ കണ്ടപ്പ അമീൻ അഹ്ലിൽ ജന്ന നബിയെ ഞാൻ സ്വർഗത്തെ ആളാണ് എടുത്തുള്ള. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നാം അതാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് റിസിപ്റ്റ് കിട്ടിയിട്ട് അതെ നിങ്ങൾ സ്വർഗത്തെ ആളാണ്. പിന്നെ എടുത്ത് ഒന്നുകൂടി ഞാൻ അദാബില്ലാത്ത സ്വർഗത്തിൽ കൊണ്ട ആളാ ലക്കാക്കാൻ നബി സല്ലല്ലാഹു നീ കഥ വേണം എങ്കിൽ നീ കഥ നീ അദാബില്ലാത്ത സ്വർഗത്തിൽ ഡയറക്റ്റ് കൊണ്ട ആളാണ്. ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹുവിന്റെ ಬಗ್ಗೆ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പലക്കാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഹയാത്ത് കാലത്ത് അത് സ്പ്രെഡ് ആക്കി നടത്തിയില്ല. ഞാൻ ഇങ്ങനെ എന്തും ചൊന്ന് നടത്തിയില്ല. ഇത് എപ്പോൾ ചൊന്നെങ്കിൽ മരണത്തിൽ പിന്നെയാണ്. നേരത്തെ ഞാൻ ചൊന്ന സംഭവം ഉണ്ടല്ലേ ഇത് മക്കത്ത് പോയിട്ട് അതും ശിഷ്യരൊട്ടിയെ ചെന്നത് ഇത് നീ ഒരാളൊട്ടിയെ ചൊല്ലുകുത്തില്ല ഞാൻ മരിക്കണമെന്നോളാം മരിച്ചൽ പിന്നെ ചൊല്ലണം മരിച്ചൽ പിന്നെയാണ് അയാൾ ചൊന്നു കൊടുത്തത്. അപ്പൊ സുയൂത്തി ഇമാമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ആ മഹാൻ ചെന്ന പലക്ക ഹാദിഹിൽ ബുശ്റ ഇൻദി അഅ്ദമു മിനദ് ദുനിയാ ബിഹദാഫീരിഹാ നക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തെ ഈ സന്തോഷ വാർത്ത ഈ സന്തോഷം കിട്ടിയിട്ടല്ലേ ഇത് കിട്ടിയത് ദുനിയാവിലുള്ള എല്ലാം കിട്ടുന്നതിനാണ് നിനക്ക് വലിയ ഖുശി എന്തായാലും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മലക്കാണ് എന്തേ നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടാറും ചെല്ല മലക്ക ചെന്നല്ലേ തന്റെ ശൈഖുൽ ഹദീസ് ചൊന്ന് വിളിച്ചിട്ടല്ലേ ഇതാണ് നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം. ലോകത്ത് നിങ്ങൾ എന്ത് തന്നെന്നും നമുക്ക് ഖുശിയാവല എല്ലാ താട്ടി വലിയ ഖുശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മലക്കാണ്. കാരണം സ്വർഗത്തിൽ ചെന്നല്ലേ. അതേ സമയത്ത് ഞങ്ങളെ പോലത്തെ ആൾമാർക്ക് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടവനുമില്ല, അങ്ങനത്തെ ഒരു റിസിപ്റ്റും കിട്ടില്ല. അപ്പോ എത്ര പേടിയാണ് ഞങ്ങളെ കൽബുൽ പറഞ്ഞായ അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഹദീസ് എപ്പോഴും ഞങ്ങളെ മനസ്സിൽ നൽകിക്കട്ട്. അതിലൊരു ചെറിയ ഭാഗമാണ് ഞാൻ ചെന്ന വിശാലമായ ഹദീസാണ്.
മിൻ അലാമത്തി ഇഅറാദില്ലാഹി അനിൽ അബ്ദി ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനി. അനാവശ്യമായ വിഷയത്തിൽ ഏർപ്പെടാണ്ട് ആവശ്യമുള്ള വിഷയത്തിൽ മാത്രം ഏർപ്പെട്ട് ജീവിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ മുഴുവൻ ഇബാദത്തുകളും നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അതിൽ എന്ത് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും നീ എല്ലാം പരിഹരിക്കണം റഹ്മാനെ. നാം ഇവിടെ ചൊല്ലിയ മഹാന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മെ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾ നീ തീർക്കണം റഹ്മാനെ. നമ്മുടെ ഖൽബിൽ നല്ല ഈമാനും ഹിദായത്തും തഖ്വയും നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മഹാന്മാരെ ബർക്കത്തുകൊണ്ട്, സ്വാലിഹീങ്ങളെ ബർക്കത്തുകൊണ്ട് നിന്റെ ഭയം നമ്മുടെ ഖൽബിൽ നൽകണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد والحمد لله رب العالمين.